ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സീറോ മലബാർ സഭാ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ് ഇന്ന്. ജൂലൈ മാസം 3-ാം തീയതി വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ദുഃഖാന തിരുനാള് സഭ ആഘോഷിക്കുന്ന ദിവസം. പല ദേവാലയങ്ങളിലും ഏറ്റവും ആഘോഷകരമായ രീതിയിൽ തിരുനാൾ കൊണ്ടാടേണ്ട ഒരു ദിനമാണ് ഇന്ന്. പക്ഷേ സങ്കീർണമായ അസ്വസ്ഥതകളാൽ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ലോകം മുഴുവൻ കടന്നു പോകുന്ന സമയം. ഈ തിരുനാളില് ഈ ആഘോഷത്തെ ഏറ്റവും ലളിതമായ രീതിയിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ആഘോഷിക്കേണ്ടി വരുന്ന വേദന പലർക്കുമുണ്ട്. എങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഈ ശ്ലീഹായുടെ മാധ്യസ്ഥം നമുക്ക് ചോദിക്കാം. പകർച്ചവ്യാധിയിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ക്ലേശങ്ങളിൽ നിന്നും, പട്ടിണിയിൽ നിന്നും രാജ്യത്തെയും അതിവസിക്കുന്ന ഓരോ മനുഷ്യരെയും, നമ്മുടെ രാജ്യം മാത്രമല്ല ലോകം മുഴുവനും വേദനിക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥം യാചിച്ച് ഇവിടെയും ഭവനങ്ങളിലുമായിരുന്ന് ഒരുമിച്ച് നമുക്ക് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ തിരുമനസ്സായല്ലോ. നമുക്ക് അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ മിശിഹായെ പൂർണ്ണമായി സമർപ്പിച്ചു
മാർത്തോമാശ്രീയായ ഭാരതത്തിലെ അപ്പസ്തോലനും വിശ്വാസത്തിന്റെ പിതാവുമായി നൽകിയതിന് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പുണ്യപിതാവിന്റെ ദുഃഖാനത്തിൽ ആദരിക്കുന്ന ഞങ്ങൾ ഈ ദിവരഹസ്യങ്ങൾ ഭക്തിയാദരപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും യോഗ്യരായി തീരട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സത്യമെന്റെ വരഞ്ഞാൽ വൈരികൾ പിന്തുടർന്നാൽ കഴിയുവാൻ പോകും മധുരമങ്ങേ മഹിമയിൽ മറയുവാൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിശുദ്ധ തോമാശ്ലീഹായോട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ നന്ദി പറയുവാൻ ഞങ്ങൾ മറന്നുപോകുന്നതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകും സകലത്തിന്റെയും എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥാ
അമർത്യമായ എന്റെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തകരം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യജീവിതം നിർബന്ധിത സേവനം മാത്രമല്ലേ, അവന്റെ ദിനങ്ങൾ കൂലിക്കാരന്റെ ദിനങ്ങൾക്ക് തുല്യമല്ലേ? അടിമ തനിക്ക് വേണ്ടിയെന്ന പോലെയും കൂലിക്കാരൻ കൂലിക്ക് വേണ്ടിയെന്ന പോലെയും ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളും രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാക്കുക എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ രാത്രി നീണ്ടതാണ്, പ്രഭാതം വരെ ഞാൻ കേടുവരുന്നു. പുഴുക്കളും മാലിന്യവും എന്റെ ശരീരത്തെ പൊതുക്കിയിരിക്കുന്നു. എന്റെ ജോലി വീട്ടുകീഴി ചെലവഴിക്കുന്നു. എന്റെ ദിനങ്ങൾ നെയ്ത്തുകാരന്റെ ഓട്ടത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു. പ്രത്യാശയില്ലാതെ ശ്രമിക്കുന്ന എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ. എന്റെ കണ്ണുകൾ ഇനിയൊരിക്കലും നന്മ ദർശിക്കുകയില്ല. എന്നെ കാണാനുള്ള കണ്ണുകൾ പിന്നീടൊരിക്കലും എന്നെ കാണുകയില്ല. നീ എന്നെ നോക്കിയിരിക്കെ ഞാൻ പെട്ടെന്നിരിക്കും. മേഘങ്ങളുമായി മാഞ്ഞു മറയുന്നത് പോലെ പാതാളത്തിൽ പഠിക്കുന്നവൻ മടങ്ങി വരികയില്ല. അവൻ തന്റെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അവന്റെ ഭവനം ഇനി അവനെ അറിയുകയില്ല.
അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രദ്ധിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. ആമേൻ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. വിഷ്ണുവിന്റെ സഹോദരനും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറകളിൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലധനം ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. 21-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. എത്ര വലിയ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടായാലും, എത്ര സഹിക്കേണ്ടി വന്നാലും, എനിക്ക് അവന്റെ തിരുമുറിവില് കൈകൾ തുടരണമെന്ന് വാശി പിടിച്ചൊരു സ്നേഹായുടെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് ശക്തിയും പ്രചോദനവും ആത്മധൈര്യവും ഈ സ്നേഹ തരുന്നുണ്ട്. കുറെ നാളുകളായി വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും പങ്കെടുക്കാൻ സാധിക്കാതെ, ഒരുപക്ഷെ മനസ്സുപോലും വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊരു വാശി ഉണ്ടാകട്ടെ. അവന്റെ തിരുമുറിവില് എന്റെ വിരൽ തുടരണമെന്നുള്ള ഒരു ആഗ്രഹം. ആ ആഗ്രഹത്തോടു കൂടി തന്നെ ഇനിയുള്ള നാളുകളിൽ ജീവിക്കാനും ഈ സ്ത്രീക നമുക്ക് തന്ന വിശ്വാസ ചൈതന്യം അടുത്ത തലമുറയ്ക്ക് എത്രമാത്രം ശക്തിയുക്തമായി പ്രായോഗികപരമായ രീതിയിൽ എനിക്ക് കിട്ടിയത് വെള്ളം ചേർക്കാതെ പകർന്നു കൊടുക്കാൻ ആത്മധൈര്യവും സ്വന്തമാക്കാൻ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ മാധ്യസ്ഥം ചോദിച്ച് വിശുദ്ധ കുർബാനയിൽ തുടർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമിയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവർ പറഞ്ഞു, അവന്റെ കൈകളിൽ ആടുകളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല.
8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവരോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാത്തതിനെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, ബലവാനായ ദൈവമേ, നിന്നിൽ ആഴമായി വിശ്വസിച്ച മാതൃവാസികായെ പിതാവും സ്ത്രീയുമായി ഞങ്ങൾക്ക് നൽകിയ നിന്റെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിന്റെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീസിനാ സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കുടുംബങ്ങളിലുള്ളവരുടെയും മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവും സ്നേഹിയുമായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ബലിയർപ്പിക്കാൻ നിൽക്കുമ്പോൾ ഏറെ നാളുകളായി ഒരുമിച്ച് ബലിയർപ്പിക്കാനും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടാനും സാധിക്കാതെ പോകുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ കുറച്ചുകൂടി ആഴപ്പെടുത്താൻ ഞങ്ങൾ ഈ ബലിയിൽ യാചിക്കുന്നു. ജീവിതത്തിന്റെ രോഗങ്ങളിലും സഹനങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും ഒക്കെ അങ്ങയുടെ തിരുമുറികൾ തൊട്ട് ആ വിശ്വാസം നഷ്ടപ്പെടാതെ അങ്ങയെ കുറച്ചുകൂടി കൂടുതൽ ആഴത്തിൽ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും സഹനങ്ങളെയും പ്രതിസന്ധികളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ഒപ്പമായിരിക്കണമേ. എത്രയും വേഗം ഈ ലോകത്തെ അങ്ങയുടെ കരുണയാൽ വിശുദ്ധീകരിക്കണമേ. വേദനിക്കുന്ന സഹിക്കുന്ന മനുഷ്യരുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടികൾക്കുമുള്ള പിതാവിനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകപിതാവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശൈലികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും ദിവ്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആശീർവദിക്കണമേ എന്റെ പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കുടുംബത്തിനും വേണ്ടി, പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിനും സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന അയോഗ്യനും പാപിയുമായ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകനാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ മുറച്ച വിശ്വാസത്തോടെ കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ
അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തിയിടുവിൻ, സ്വർഗ്ഗചിന്തകളാ മനസ്സുകൾ നിറച്ചിടുവിൻ. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, ഹൃദയവേദികൾ തുറന്നങ്ങേ വിളിക്കുന്നു ഞങ്ങൾ, ദിവ്യസന്നിധിയിൽ ചിന്തകൾ ഉയർത്തുന്നു. ലോകനായകനാമീശൻ ബലിയണയ്ക്കുന്നു, ജീവിതം പരമനാഥൻ കാഴ്ചവയ്ക്കുന്നു. സത്യമായൊരു മനുഷ്യനു കടമയില്ലോ, ഭക്തിയോരുചിതമായൊരു ചെയ്തിടേണം. സത്യമായൊരു മനുഷ്യനു കടമയില്ലോ, ഭക്തിയോരുചിതമായൊരു ചെയ്തിടേണം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഈ ബലിപീഠത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. എല്ലാ ശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും വൈരാഗ്യ ചിന്തകളിൽ നിന്ന് വിമുക്തമാക്കണമേ. അല്പസമയം മുമ്പ് കാഴ്ചവസ്തുക്കളെ എടുത്തുയർത്തിയപ്പോൾ സമർപ്പിക്കാതെ മാറ്റിവെച്ചാൽ ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഞങ്ങളുടെ പോരായ്മകൾ, ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ കുറവുകൾ, ആരോടും പറയാത്ത ഞങ്ങളുടെ പിടിവാശികൾ, തെറ്റിദ്ധാരണകൾ, മുൻവിധികൾ ഈ ബലിയിലൂടെ നീ വിശുദ്ധീകരിക്കാൻ വിശുദ്ധവും സജീവവുമായ പരിശുദ്ധ കുർബാന ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന്, ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ, ഈ രാജ്യത്തിന്റെ ലോകം മുഴുവൻ വിശുദ്ധീകരണത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ, അങ്ങയുടെ മഹത്വമേറിയ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഏറ്റവും ആരാധ്യമായ നാമമെല്ലാ അതിരുകളിൽ നിന്ന് സ്തുതിയും, എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും, എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും നിലവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടൊപ്പം കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളുടെ ആയിരങ്ങൾ, മാലാഖമാരുടെ പതിനായിരങ്ങൾ മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമായ രൂപികരമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവ്യമാരോടും സഭ്യമാരോടും ചേർന്ന നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിനവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു.
രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങൾ അർപ്പിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ആ തിരുമുറിവിൽ തൊട്ടുകൊണ്ട് ലോകം മുഴുവനെയും ഈശോയിലേക്ക് ആകർഷിച്ച വിശുദ്ധ തോമാസ്ലിഹായുടെ വിശ്വാസ സാക്ഷ്യത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും ഞങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ മണിക്കൂറുകളെയും തരണം ചെയ്യാൻ ആ മുറിവ് ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ. ആ മുറിവിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളെയും അതിൽ വസിക്കുന്ന ഓരോരുത്തരെയും ലോകം മുഴുവനെയും ഞങ്ങളുടെ നാടിനെയും ദേശത്തെയും കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒതുങ്ങി പിടിക്കണമേ, സംരക്ഷിക്കണമേ, ബലപ്പെടുത്തണമേ, വിശ്വാസത്തിന് ഞങ്ങളെ ആഴപ്പെടുത്തണമേ. അങ്ങനെ നിന്ന് തെറ്റിപ്പോകാൻ ഒരിക്കലും ഇടയാക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കൂടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനെ പിടിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ പരിശുദ്ധമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി സകല മനുഷ്യർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, ആഗോള സഭയുടെ പരമാധ്യക്ഷൻ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും എല്ലാ മെത്രാപ്പൊലീത്തമാർ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതർ, സമർപ്പിത ജീവിതങ്ങളിലായിരിക്കുന്നവർ, പരിശീലനം നേടുന്നവർ, ഈ പരസ്പരാതീത മൺമറഞ്ഞു പോയ എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും, ഈ രാജ്യത്തെ നയിക്കുന്ന ഭരണകർത്താക്കൾ, ലോകരാജ്യങ്ങളെ നയിക്കുന്ന രാഷ്ട്രതലവന്മാർ, ഈ ദേശത്തിന്റെ നാടിന്റെ നന്മയ്ക്ക് വികസനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മതരാഷ്ട്രീയ നേതാക്കന്മാർ,
അതിർത്തികളെ ഞങ്ങളെ സംരക്ഷിക്കുന്ന സൈനിക സേവനത്തിലായിരിക്കുന്ന ഓരോരുത്തർക്കും, നിയമപാലകർക്കും, ആരോഗ്യ പ്രവർത്തകർക്കും, രോഗി ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീമാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമായ വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ സകലവിധാനന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ ഓരോ മനുഷ്യർക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരയുന്നവരും തെരുവുകളിൽ വലിച്ചെറിയപ്പെടുന്നവരും കടത്തിണ്ണകളിലും ചെടികളിൽ വന്നി ഉറങ്ങുന്നവരും മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരും ആശുപത്രി വരാന്തകളിൽ നിലവിളിക്കുന്നവരും ഓപ്പറേഷനുകൾക്കും വിതരണ പരിശോധനകൾക്കും വിധേയമാകുന്നവരും അതിന്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയുടെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സകല മനുഷ്യർക്കും, നിരീക്ഷണങ്ങളിലായിരിക്കുന്നവര്, ഐസിയുകളിലെ വെന്റിലേറ്ററുകളിലെ മരണപ്രാണത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യർക്കും, ഈ പ്രഭാതങ്ങളായ തിരുസന്നിധിയിലേക്ക് യാത്ര പുറപ്പെട്ട സകലർക്കും, ഈ സമയമത്രയും മരിച്ചുപോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആത്മാക്കൾക്കും, കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, സ്നേഹിതർ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഈ ബലിയിൽ പങ്കുചേർന്ന് വിശുദ്ധ തോമാശ്ലീഹായുടെ മാധ്യസ്ഥം യാചിക്കുന്ന അടുത്തും അകലങ്ങളിലുമായിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള മനുഷ്യർക്കും, വിവാഹ ജീവിതത്തെ സ്വപ്നം കാണുന്നവർ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കന്മാർ, പരീക്ഷകളെ ഇന്റർവ്യൂകളെ അഭിമുഖീകരിക്കുന്നവർ, എഴുതിയ പരീക്ഷകളുടെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, വിവിധ കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഹൃദയ സംബന്ധമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അപകടങ്ങൾ മൂലം ആശുപത്രികളിൽ വേദനിക്കുന്ന ഓരോരുത്തർക്കും, ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങൾക്കും, അധിവസിക്കുന്ന എല്ലാവർക്കും, കുടുംബ സമാധാനത്തിനും ഭവനങ്ങളുടെ നിർമ്മാണത്തിനായിരിക്കുന്ന അവസ്ഥകൾക്കും, കടബാധ്യതകൾക്കും, സാമ്പത്തിക പ്രതിസന്ധികളുടെ വിശദീകരണത്തിനും, ഈ ബലിയിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്ന ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന നിയോഗങ്ങൾക്കും, സ്വപ്നങ്ങൾക്കും, പ്രതീക്ഷകൾക്കും, പ്രാർത്ഥനകൾക്കും, ഒപ്പം തോമസ് നാമധാരികളായിട്ടുള്ള ഓരോരുത്തർക്കു വേണ്ടിയും സീറോ മലബാർ സഭ മുഴുവനും അതിലെ എല്ലാ വിശ്വാസി സമൂഹത്തിനു വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ശരീരരക്തങ്ങൾ അർപ്പിക്കുന്ന ഓർമ്മയാണ് ദൈവമാതാവായ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രതിജനമായ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ പാവന സ്മരണം സജീവവും ജീവനായകവുമായ പരിശുദ്ധ മാമോദീസായുടെ അടയാളത്താൽ മുദ്രിതരും ഞങ്ങളുടെ നാഥന്റെ രക്ഷിതമായ രഹസ്യത്തെ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ ആത്മാവിൻ കുർബാനയിലേക്ക് ആവസിക്കട്ടെ. കടങ്ങളുടെ പുറത്തേക്ക് പാപങ്ങളുടെ മോചനത്തിന് മനുഷ്യരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യമായ ജീവിതത്തിന് കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിലും ഞങ്ങളോട് ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തുമയോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഉണ്ടായിരിക്കട്ടെ. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
എന്നെ ഭക്ഷിക്കുന്നവന് മരിക്കുകയില്ല, പ്രത്യേക പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വിശുദ്ധ കൂദാശകളുടെ പരിശുദ്ധ കുർബാനയെ ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് പെരുമാറ്റം കൊണ്ട് ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ ഞങ്ങൾക്ക് പൊറുതി തരണമേ. കുറച്ചും കൂടി അങ്ങയുടെ മുറിവിലേക്ക് ചേർത്തിരിക്കാൻ, ആ മുറിവിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തുന്ന ഞങ്ങളുടേതായ എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ പൊറുക്കണമേ, വിശുദ്ധീകരിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. വിശുദ്ധ തോമാസ്യമായ ഈ നാടിന് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിലും ആദിത്യം വഹിക്കണമേ എന്ന യാചനയോടെ തോമസ് നാമധാരികളായിട്ടുള്ള എല്ലാവരെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തലേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നേടിയതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. പരിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന നമ്മുടെ കർത്താവിന്റെ അവിടുത്തെ കാരുണ്യാർദ്രത നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരത്തോടോ നിത്യജീവൻ നൽകട്ടെ.
ഒരിക്കൽ കൂടി ഇവിടെ ആയിരിക്കുന്നവർക്കും ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ഒപ്പം തോമസ് നാമധാരികളായിട്ടുള്ള എല്ലാവർക്കും അവരുടെ നാമകൃത തിരുനാളാണ് ഇന്നേ ദിവസം. വിശുദ്ധന്റെ ശക്തിയേറിയ സംരക്ഷണം എല്ലാ തോമസ് നാമധാരികൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത കുർബാന 8 മണിക്കായിരിക്കുന്നതായി അറിയുകയും ചെയ്യുന്നു. സമാപന പ്രാർത്ഥനകൾ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മാർഗ്ഗോമാശ്രീകായുടെ ഓർമ്മയായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദൈവമേ, ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ കൊടുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനങ്ങളിലും വാഴ്ത്തപ്പെട്ടതാകട്ടെ. മാർത്തോമാശ്ലീഹായെ പോലെ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. അവനിൽ ഞാൻ
സുവിശേഷത്തിൻ പൊൻകിരണം ഭാരതനാട് നൽകിടുവാൻ മാത്രമായി സകലേശൻ കരുണയുടെ വമയച്ചല്ലോ. വിശ്വാസത്തിൻ പാസുരമാ ദീപ്തിദേവ അണിചേരാ ഇടയാകട്ടെ തിരുസഭയിൽ സുവിശേഷം കതിച്ചൂടട്ടെ. ജീവിത സാ